സ്വരൂപസിദ്ധി എന്താണ്? സ്വരൂപസിദ്ധിയാണ് നമ്മുടെ ബോഡിയിൽ ലൈറ്റാക്കിയതിന് ശേഷം ഭൂമിയിൽ നിലനിൽപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സാധനം. അതിനാണ് നിങ്ങളുടെ കായകൽപ്പ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് പരകായ പ്രവേശന ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ വേർപ്പെടും. ഇങ്ങനെ ഫാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമുക്ക് ഡീക്കാണ്, ഇത് വേണ്ട, നമുക്ക് ആ ബോഡിയിൽ കയറിയിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി നമ്മൾ രഹസ്യമായിട്ട് കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും. പിന്നെ ആ ബോഡിയിലാണ് സ്ഥിരമായിട്ട് നമ്മളിരിക്കുന്നത്. ഇനി അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ദൈവം നമ്മിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു എന്നുള്ള ധാരണ, അത് ആ ധാരണയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഒരിക്കലും അവർ വേർപ്പെടുന്നില്ല. കാരണം സൃഷ്ടിയുടെ രഹസ്യം അതാണ്. ഞാനെപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് വന്നിട്ട് നിങ്ങളുടെ ബൈബിൾ സിദ്ധാന്തത്തിന് ഇത് ഇത്രയും നിങ്ങളുടെ വാല്യൂബിളായിട്ട് വെക്കാൻ കാരണം എന്ത്? വിശ്വാസമാണ്. അതെ അതെ. അപ്പോൾ അതേപോലെ ഈ സംഭവം ഇതൊരു വിശ്വാസമാണ്. കാരണം വിശ്വാസം എന്താണ്? പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അത് അന്ധവിശ്വാസമല്ല, പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. അത് അറിവില്ലായ്മയിൽ നിന്ന് വന്നതല്ല, അറിവോടുകൂടി വരുന്ന വിശ്വാസമാണ്. കാരണം നീ ജനിക്കുന്ന സമയത്ത് നിൻ്റെ കൂടെ ഞാനുണ്ട്. ബാബാജിയുടെ അടുത്ത് ഇദ്ദേഹം ലഹരി മഹേഷിൻ്റെ അടുത്ത് ബാബാജി പറഞ്ഞ വാക്കെന്താണ്? ലഹരി, നീ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ആ മണലിൽ കിടന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇത് ലഹരി മഹേഷിന് മാത്രമുള്ളതാണോ? എനിക്ക് നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് ആ വാക്ക്. അത് 1836 മറ്റും നടന്ന സംഭവം. ഇന്ന് ഇപ്പോഴും നടന്ന സംഭവം. ഞാൻ 61 ജനിച്ചു, എനിക്ക് 61 തൊട്ട് എനിക്ക് നടന്ന സംഭവം എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സ് തുടങ്ങി അപ്പോഴും തുടങ്ങിയത്. അതിനെ നിങ്ങൾക്ക് മാറ്റാൻ നോക്കില്ല. അത് നിങ്ങൾക്കായാലും ശരി, ആർക്കും മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ദൂരെയാണെന്ന് നമ്മൾ ധരിക്കുന്നത്. കാരണം എനിക്ക് കാളിയുണ്ട്, നിങ്ങൾക്ക് കാളിയില്ല നമ്മൾ ധരിക്കുന്നത് തെറ്റായ ധാരണ. അവിടെ അതിനൊന്നും പ്രശസ്തിയേ ഇല്ല. അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ? അനുഭവം നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അനുഭവത്തിലേക്ക് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർ കൂടെ നടക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ കളിക്കുന്നു, ചിരിക്കുന്നു, എന്ത് ചോദ്യത്തിന് ആൻസർ തന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് സംസാരിക്കുന്നതെല്ലാം എൻ്റെ കഴിവെന്നാണോ വിചാരം? ഒരിക്കലുമല്ല. എന്ത് ചോദിച്ചാലും എനിക്ക് രാത്രി എനിക്ക് ആൻസർ തരും. അങ്ങക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ആശ്രമത്തിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഈ ആശ്രമത്തിലോട്ട് കടന്നു വരുന്നത്. അന്ന് ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നഷ്ടപ്പെടലുകളും ഒരുപാട് ഒറ്റപ്പെടലുകളും എല്ലാം അനുഭവിച്ചാണ് ഞാൻ വന്നത്. അന്ന് ഇതുപോലൊരു ദിവസം നമ്മൾ രാത്രി ആ റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് ഒരു ബോധക്ഷയനായിട്ട് പുറകോട്ട് പോയി കാളിദേവി വരികയും അന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അന്ന് എൻ്റെ അടുത്തേക്ക് ഗുരു വന്ന ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യം, ഗുരു എനിക്ക് ആരുമില്ല, ഞാൻ വളരെ ദുഃഖത്തിലാണ്, എനിക്ക് ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് ഇതുവരെ അത് പറ്റിയിട്ടില്ല. ബന്ധങ്ങളെ വിച്ഛേദിച്ച് വരുന്നത് ആണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്തി എന്നൊരു ഉപദേശം എനിക്ക് അന്ന് തന്നെ. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം. എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ട് അങ്ങ് ഞാൻ തമ്മിൽ ഇരുന്നപ്പോൾ. അല്ല, ദേവി എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ എനിക്ക് ബോധമില്ല. പിന്നെ അവരാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അതെ അതെ അതെ. പറയുമ്പോൾ നിങ്ങളുടെ എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ കറക്റ്റ് തരും. അത് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും, അതുപോലെ നിങ്ങളുടെ അനുഭവിച്ച് കാണിച്ച് തരുകയും ചെയ്യും. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇടയ്ക്ക് ഒരു നടന്ന സംഭവം. ഈ ഇടയ്ക്ക് ഇപ്പം ഒരാഴ്ചക്കകത്ത്, അതായത് ഇവിടെ പത്തനംതിട്ടയിൽ ഒരു മാതാജി, ഒരു ഡോക്ടറാണ്. അപ്പോൾ അവരുടെ സഹോദരിയുടെ മകൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി. എന്തോ ഒരു അസുഖം, എന്നാലും ബ്ലഡൊക്കെ പിന്നെ വെളിയിൽ പോവുകയോ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവസാനം മരിച്ചു പോകുമെന്നുള്ള കണ്ടീഷനായി. അവസാനം വന്ന് അവർ എന്നെ വിളിച്ചു, സ്വാമി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, കാളിയുടെ അടുത്ത് എല്ലാം പറയാം, അമ്മയുടെ അടുത്ത് പറയാം, ഓക്കെ എന്ന് പറഞ്ഞു. ദേവിയുടെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പം അടുത്ത സെക്കൻഡിൽ തന്നെ വന്ന് അടുത്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് ആ അസുഖത്തിന് കറക്റ്റ് മാറ്റി കൊടുക്കുക. ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആയത്. ഇന്ന് പുള്ളി നല്ല പൂർണ്ണ ആരോഗ്യം ജീവിച്ചിരിക്കുകയാണ്. കാരണം ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു. അവരുടെ ലൈഫിൽ ICUയിലിട്ടുന്ന് വിധി എഴുതി കഴിഞ്ഞു, ആൾ മരിച്ചു പോകും
ഷുവർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നു. അവരെ ഡോക്ടറെ പറഞ്ഞു ഇതൊരു മിറാക്കിൾ, എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്കാണുണ്ടായത്, ജീവിച്ചിരിക്കുന്നു. ഇത് നടക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പോലും മനസ്സിലാക്കാൻ ഒക്കാത്ത സ്റ്റേജാണ്. കാരണം ഇതാണ് ഈ ശക്തികളുടെയൊക്കെ കഴിവ്. എന്നാൽ ഇത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് സാധിച്ചു കൊടുക്കും, ചില ആൾക്കാരുടെ ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് ലേറ്റാക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നാൽ ചെയ്തു കൊടുത്തിരിക്കും. അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ട് നീ വലിയൊരു ഭാഗ്യവാൻ, അത്രയേ ഉള്ളൂ. സ്വരൂപസിദ്ധി എന്താണ്? സ്വരൂപസിദ്ധിയാണ് നമ്മുടെ ബോഡിയിൽ ലൈറ്റാക്കിയതിന് ശേഷം ഭൂമിയിൽ നിലനിൽപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സാധനം. അതിനാണ് നിങ്ങളുടെ കായകൽപ്പ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് പരകായ പ്രവേശന ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ വേർപ്പെടും. വേർപ്പെട്ടതിന് ശേഷം നിങ്ങൾ തിരിച്ച് ബോഡിയിലേക്ക് വന്നിട്ട് ഒരു മെഡിറ്റേഷനുണ്ട്. ആ മെഡിറ്റേഷനിൽ വന്നിട്ട് നമ്മൾ പറയുന്നൊരു വേർഡ്സുണ്ട്, എനിക്ക് മരണമില്ല, ഞാൻ മരണത്തെ അതിജീവിച്ചു എന്ന് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്തിനു മനനം ചെയ്യുന്നു പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഭാവന എപ്പോഴും വിഭാവനയായിട്ട് മാറും. സ്വപ്നം കാണലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ എപ്പോഴും എനിക്ക് മരണമില്ല എന്നുള്ള ധാരണ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ എനർജി ലെവൽ വേറെ ലെവലിലേക്ക് മാറും. ഇത് ബാബാജി തരുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഇത് ഹൈ ലെവൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപം നിങ്ങളുടെ ബോഡിയിൽ ഇതേ രൂപത്തിൽ നിങ്ങളുടെ വെളിയിൽ പ്രത്യക്ഷമാകും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കാണാം. പിന്നെ പോലെ ഒരാൾ നിൻ്റെ അടുത്ത് ഇരിക്കുന്ന കാണാം. ഇപ്പോൾ രണ്ടുപേരുണ്ടോ എന്ന് ചോദിക്കും. അതിന് ഉദാഹരണം പ്രണവാനന്ദൻ്റെ കഥ തന്നെ. ഇപ്പോൾ നമുക്ക് സാധിക്കും, അത് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് ഇത് വലിയ ഒരു മിറാക്കിൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നാച്ചുറലായി സാധിക്കുന്ന സംഭവം. ഇങ്ങനെ ആയിക്കഴിയുന്ന സമയത്ത് ഈ എനർജി ലെവൽ കൂടി ഒരു ഫാം ഉണ്ടാക്കിയെടുക്കും. ഇതാണ് സ്വരൂപം. ഒരു ഫാം ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ ഫാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമുക്ക് ഡീക്കാണ്, ഇത് വേണ്ട, നമുക്ക് ആ ബോഡിയിൽ കയറിയിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി നമ്മൾ രഹസ്യമായിട്ട് കളയും. കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും. പിന്നെ ആ ബോഡിയിലാണ് സ്ഥിരമായിട്ട് നമ്മളിരിക്കുന്നത്. ഇതാണ് സ്വരൂപസിദ്ധി യോഗം. ഈ കടലിനടിയിലെല്ലാം കടലിനടിയിൽ യോഗ ചെയ്യുന്ന സിദ്ധന്മാരെന്നൊക്കെ പറയുന്നത് ഇതാണോ? വർഷങ്ങളോളം ഈ ആത്മവിദ്യയും സെയിം തന്നെയാണോ? ആത്മവിദ്യ ഫാംലെസ്സിലേക്കല്ലേ പോകുന്നത്. ഇത് ഫാമാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ഫാമിനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫാമിനെ മെഡിറ്റേഷൻ ചെയ്താണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ അങ്ങനെ ദ്വാരകയിൽ അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്ത വിഗ്രഹമാണത്. അപ്പോൾ അങ്ങ് സ്വരൂപസിദ്ധി കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ശ്രീരാമൻ ചെയ്തിട്ടുണ്ട് ഈ വിദ്യ. മൂലരാമൻ എന്ന് പറയും. ആ മൂലരാമൻ ഇരിക്കുന്നത് ഇവിടെയാണ്. എവിടെ എന്ന് പറയുമ്പോൾ മന്ത്രാലയത്തിരിക്കുന്നു. ഇത് രാഘവേന്ദ്ര സ്വാമിയാണ് അത് പൂജിക്കുന്നത്. ഇങ്ങനെ അവർക്ക് മാത്രമല്ല, ഇവിടെ എല്ലാ യോഗിമാർക്കും ഹിമാലയൻ സന്യാസിമാർക്കെല്ലാം ഈ വിദ്യ അറിയാം. ഇത് ഈ സ്വരൂപസിദ്ധിയെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡിയെ എന്ത് വേണമെങ്കിലും തൂക്കി ദൂരം കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കുക. ഈ നാഗലോകവും നാഗരാജാവും, അത് നാഗലോകം എന്ന് പറയുന്നത് പാമ്പുകളുടെ ലോകം നമ്മൾ പറയുന്നെങ്കിലും ഈ അതലം വിതലം സുതലം മഹാതലം തലാതലം ഇങ്ങനെ പാതാളം എന്ന് പറയുന്ന ലോകങ്ങളുടെ ഇടയിലുള്ളതാണ് നാഗലോകം. അതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേസമയം ചില നാഗങ്ങൾ കൊണ്ട് ഈവിൾ സ്പിരിറ്റാണ്, ചില നാഗങ്ങൾ സ്പിരിച്വൽ സ്പിരിറ്റായിട്ട് മാറും. നമ്മുടെ ഭൂമിയിൽ നിലവിലുള്ള ഭൂമിയുടെ അടിയിലൊന്നുമല്ല, ഇതൊരു സങ്കല്പമാണ്. ശരി ശരി. ഇത് നമ്മുടെ ബോഡിയിലുള്ള സങ്കല്പങ്ങളാണ്. എന്നാൽ അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ കണ്ണു തുറന്ന് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ആ പ്രക്രിയയിലേക്ക് നിങ്ങൾ പോകരുത്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശിഷ്യൻ, അവൻ ശിഷ്യനാകാൻ കാരണം തന്നെ അവന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒക്കില്ല. അവൻ കണ്ണടച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മൊത്തം പാമ്പുകൾ കൊണ്ട് നിറയും. അത് ഇവിടെ കൂടെ പാമ്പ് കയറി അവിടെ കൂടെ പാമ്പ് കയറി അയ്യോ എന്ന് വിളി തുടങ്ങി അവൻ ആകെ പ്രശ്നം. അവസാനം പല ഡോക്ടേഴ്സിനെ കണ്ടു. പിന്നെ അവരെല്ലാം വന്ന് സൈക്കോളജിക്കൽ പ്രോബ്ലമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവന് മരുന്ന് കഴിച്ചാലും തീരില്ല, അവന് ഒന്നും സംഭവമില്ല, ഭയങ്കര പ്രശ്നമായി. അങ്ങനെയാണ് അവസാനം ക്രിയായോഗയിൽ വരുന്നത്.
അപ്പം അവന് എന്ത് സംഭവിച്ചു എന്നാൽ ഈ നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് കീഴ്പോട്ടാണ് എനർജി ഓടാൻ തുടങ്ങിയത്. ഈ എനർജിയാണ് ഈ കുഴപ്പത്തിനും കാരണം. പിന്നെ എന്ത് ചെയ്ത് അവന് ആദ്യം ഹോമിയോയിൽ ഒരു മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും യോഗ. അതിന് ശേഷം പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒരു ദിവസം ഇതെല്ലാം കൂടെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നതായിട്ട് അവൻ ഫീൽ ചെയ്തു. അതിന് ശേഷം വന്നിട്ടേ ഇല്ല. അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ചില ചേഞ്ചുകളാണ്. ഇപ്പം ഇവിടെ കാണുന്ന നിങ്ങളുടെ സൂക്ഷ്മ തലങ്ങളെല്ലാം മനോതലത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. ഇത് ബുദ്ധമതത്തിൽ പറയുന്നുണ്ട്. ബുദ്ധമതത്തിൽ ശരിക്കും വന്നിട്ട് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് നിങ്ങളുടെ ബുദ്ധീസത്തിലുള്ളതാണ്. മൈത്രേയനോ മറ്റോ എഴുതിയ ബുക്കാണ്. അതെടുത്ത് വായിച്ച് നോക്കുക, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് കിടക്കാം. ഒരു ക്രിയായോഗ സ്വീകരിച്ച ഒരു വ്യക്തി ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാമാണ് ജീവിതത്തിൽ ത്യജിക്കേണ്ടതും അതിന് ഫസ്റ്റിൽ വന്നിട്ട് ആദ്യം വിശ്വാസം വരണം. സെക്കൻഡ് ഈ യോഗ വന്നിട്ട് ഒരു അന്ധമായി വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള ക്രിയായോഗികൾ അത്രയും, അപ്പോൾ എൻ്റെ ക്രിയായോഗികളല്ല, പൊതുവേ മറ്റുള്ളവരിൽ നിന്ന് ദീക്ഷ എടുത്ത ക്രിയായോഗികളെല്ലാം ഈ അതിശയങ്ങളെ പുറകെ പോവുകയാണ്. അത് 100% തെറ്റാണ്. അതിശയങ്ങളെ പുറകെ പോകരുത്. ഇവിടെ എന്ത് പറഞ്ഞാൽ ബാബാജി എന്ന് പറയുന്ന ഒരു അതിശയത്തിൻ്റെ പുറകെയാണ് അവർ പോകുന്നത്. അതെല്ലാം 100% തെറ്റാണ്. അങ്ങനെ ഒന്നും ബാബാജി വരാനും പോകുന്നില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല. ബാബാജി വരേണ്ട സമയം അത് വേറെ വഴി. സെക്കൻഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് വന്നിട്ട് ഗുരുഭക്തി നമുക്ക് ആവശ്യം. ഗുരുഭക്തി ഇല്ലാതെ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ 100% ഗുരുഭക്തി നമുക്ക് ആവശ്യമുണ്ട്. ഗുരുഭക്തി എന്ന് പറഞ്ഞുകൊണ്ടാൽ ഗുരുവിന് വന്നിട്ട് ഒരു സപ്രോക്കെ ഇട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ചെണ്ട കൊട്ടി ഊരി ചുറ്റിക്കാനൊന്നും അങ്ങനെ പറയുന്നില്ല. ഗുരുഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഡിവൈൻ ലവ്, അത്രയേ ഉള്ളൂ. നമ്മൾ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് നമ്മൾ ആ സ്നേഹത്തിന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സന്തോഷമായിരിക്കുക. അതുതന്നെ ഗുരുഭക്തിയിൽ മതി. എന്നിട്ട് സാധന മുടങ്ങാതെ ചെയ്യണം. പിന്നെ സാധനയിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തെറ്റായിട്ടുള്ള സാധന പഠിപ്പിച്ചിട്ടുണ്ടോ ശരിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 99% ഇന്ന് ആത്മീകം നഷ്ടപ്പെട്ടിരിക്കുന്ന കാരണമേ പാൽപ്പായസം ഗുരു കുടിക്കും, എന്നിട്ട് ചുണ്ണാമ്പ് കലക്കി പാൽപ്പായസമാണെന്ന് ശിഷ്യന് കൊടുക്കും. അതുപോലുള്ള അവസ്ഥയാണ് ഇന്നത്തെ ആത്മീകം നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 90% കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഒരു 10% എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതും നേരെ ചൊവ്വേ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും പോയി നിങ്ങളുടെ അവിടെ പോയി അകപ്പെടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ അത് എന്നിലായാലും ശരി മറ്റുള്ള ഗുരുക്കന്മാരിലായാലും ശരി എന്ത് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് OSSൽ നിങ്ങളുടെ ലെസൺ ചോദിച്ച് വാങ്ങിച്ചാൽ മതി. കാരണം അവരെ വന്നിട്ട് അയച്ചു തരും, ഒരു കുഴപ്പമില്ല. അത് വഴിയെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായി പോയിക്കൊള്ളാം, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഇത് സംഭവം നിങ്ങൾക്ക് വേണം. സെക്കൻഡ് വന്നിട്ട് പിന്നെ സാധന ഒരിക്കലും മുടങ്ങരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ ഉയർന്ന പടികളിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ഉയർന്ന പടികളിൽ പോകണമെങ്കിൽ ഞങ്ങൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നാടി നോക്കി നിങ്ങളുടെ ചക്രങ്ങൾ ഏതെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. സെക്കൻഡ്ലി വന്നിട്ട് അഥവാ ചക്രങ്ങൾ എവിടെയെങ്കിലും ബന്ധിച്ച് കിടക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വിടും, അത് ഗുരുവിൻ്റെ കടമ. പിന്നെ മൂന്നാമത് വന്നിട്ട് നിങ്ങളുടെ ഏത് സംശയവും നിവൃത്തി ചെയ്തേ ആത്മീയത്തിൽ പോകാവും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഇമാജിനേഷനിൽ കൂടി നിങ്ങളുടെ ഒരിക്കലും ആത്മീയത്തിൽ പോകരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. കാരണം നിങ്ങളുടെ ഒരു ഭാവനയിൽ കൂടി, ഒരു തെറ്റായ ഭാവനയിൽ കൂടിയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മാനസിക രോഗിയാകുകയല്ലാതെ ഒരിക്കലും ആത്മീയത്തിൽ വരികയില്ല. അതുകൊണ്ട് അതെല്ലാം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ് എന്നുള്ള ആ ലക്ഷ്യത്തിൻ്റെ ബോധം നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ എത്തിയോ എത്തിയില്ല അവിടെ പ്രധാനമല്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ലക്ഷ്യബോധം സെൽഫ് റിയലൈസേഷനാണ്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ്. അല്ലാതെ വന്നിട്ട് എവിടെയോ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനെ നമുക്ക് പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കുറേ സിദ്ധികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇനി അടുത്തത്. അപ്പോൾ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ക്രിയ പോയ ആളുകൾ എന്ത് ചെയ്യും? മുടങ്ങിപ്പോയാലും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഈ മുടക്കം വരുത്തുന്നതെല്ലാം അവിടെ ഗുരുവാണെന്ന് വിചാരിച്ചാൽ മതി.
അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമേ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു കർമ്മം അവിടെ വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ആ വേസ്റ്റ് എടുത്ത് മാറ്റാൻ വേണ്ടി കുറച്ച് ദിവസം അവിടെ മാറ്റി വെച്ചിട്ടു, അത്രയേ ഉള്ളൂ. അതിനാ നമ്മളൊന്ന് ഫീൽ ചെയ്തിട്ട് അയ്യോ എനിക്ക് മുടങ്ങിപ്പോയി, എനിക്ക് സാധനം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സാധനത്തിലേക്ക് ഇറങ്ങുക, സാധനം ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു സാധനം കിട്ടി കഴിഞ്ഞ് കറക്റ്റ് ചെയ്യണം, അത്ര തന്നെ. പലപ്പോഴും ആളുകൾക്ക് ഗുരുവിന് സമർപ്പിക്കാൻ, ഗുരുപാദത്തിലോട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല എന്താണ് സമർപ്പിക്കേണ്ടതെന്ന്. ശരിക്കും ഇവിടെ സമർപ്പിക്കാൻ മാറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരവും ആത്മാവിനെയും മാത്രം സമർപ്പിച്ചാൽ മതി. കാരണം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഒന്നും ചോദിക്കരുത്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തോടും ഉണ്ടായിരിക്കുക, സാധനയിലേക്ക് മനസ്സ് കൊടുക്കുക. ഇവിടെ ചോദ്യവുമില്ല ആൻസറുമില്ല. നമ്മൾ ചോദിക്കും തോറും നമുക്ക് സംശയം കൂടുകയേ ഉള്ളൂ. അതെ. അതുകൊണ്ട് ഇവിടെ ആൻസർ കിട്ടുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യവും ഇല്ലാത്ത സമയത്തെ ആൻസർ വരുള്ളൂ. ഇവിടെ ചോദിക്കുമ്പോൾ തോറും ആൻസർ കിട്ടാൻ പോകുന്നേ ഇല്ല. അവിടെ അപ്പോഴും കിട്ടിയ ആൻസറല്ല, അത് വെറും വാക്കുകൾ മാത്രമാണ്. ആൻസർ എപ്പോഴും കിട്ടുന്നു പറഞ്ഞാൽ നിങ്ങൾ ആ സാധന ചെയ്യുക, ചോദ്യങ്ങളൊന്നും പോകാതെ. കാരണം എല്ലാം അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്തത് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, ലൈഫ് ലോങ് വേസ്റ്റ്. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് തുടക്കം പറഞ്ഞതുപോലെ 1000 ശിഷ്യന്മാരെ അഭിമാനിക്കുന്ന പോലെ ഞാനും അഭിമാനിക്കുന്ന എൻ്റെ ഗുരുവിൻ്റെ ഒപ്പം ഇരുന്നുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. എനിക്ക് എന്തോ സംഭവിച്ചില്ല. എനിക്ക് ഇന്നാണ് അതിനൊരു ഇത് വരുത്തിയത്. കാരണം ഇവിടുത്തെ സ്വാമീനെ വിളിച്ച് എല്ലാ മാസവും ഞാൻ വിളിച്ച് പറയും, സ്വാമി ഞാൻ വരുന്നുണ്ടെന്ന് പറ്റില്ല. പക്ഷേ എനിക്ക് ഇന്നാണ് അത് പൂർണ്ണ രൂപത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയത്. ചില മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്രേക്ഷകരെല്ലാവരും. അപ്പോൾ ഗുരുവിന് 1000 പ്രണാമം, എന്തെങ്കിലും നന്ദി. കാരണം ഇത്രയും കാര്യങ്ങൾ വളരെ നമ്മൾ കണ്ടിന്യൂ ഉള്ള ഷൂട്ടായിരുന്നു, 4 മണിക്കൂർ കണ്ടിന്യൂ ഉള്ള ഷൂട്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയത് എനിക്കൊരു പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ധന്യമായൊരു മുഹൂർത്തമായിട്ട് ഞാൻ എടുക്കുന്നു. വീണ്ടും 1000. പഠിക്കാൻ പോയാണെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. നമ്മൾ വീണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് വീണ്ടും നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഈ ക്രിയായോഗ എന്ന ആ സമുദ്രത്തിൽ നമുക്ക് ഒരു തരിയെങ്കിലും നമ്മൾ അനുഭവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ഇമാജിനേഷനിലേക്ക് പോയി ക്രിയായോഗയെ പോയി പഠിക്കരുത്. പിന്നെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് വരാൻ വേണ്ട, അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് വരാൻ വേണ്ട. അത്ഭുതങ്ങളൊക്കെ നാച്ചുറലാണ് ഉണ്ടാവും. നിങ്ങളുടെ അത്ഭുതത്തിന് തേടി പോകുമ്പോൾ അത്ഭുതം നിങ്ങൾക്ക് കിട്ടിയില്ല. അത്ഭുതം കിട്ടാതെ നിങ്ങളുടെ റിയൽ ബാബാജിയെ വിശ്വസിക്കുക, കയ്യിലും സാധന ചെയ്യുക, നല്ല രീതിയിൽ സാധന ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബാബാജി തന്നെ അതിനുള്ള വഴികളൊക്കെ കാണിച്ചു തരും. അത് നമ്മൾ നല്ലൊരു ശിഷ്യനാകാൻ നോക്കുക. നല്ലൊരു ശിഷ്യനുള്ള മീനിങ് നമ്മൾ വന്നിട്ട് സറണ്ടറിങ്, അത്രയും മാത്രമേ അവിടെ വരുന്നുള്ളൂ. ടോട്ടൽ സറണ്ടറാണ് നല്ലൊരു ശിഷ്യൻ്റെ റിയാലിറ്റി. കാരണം ഉള്ളിൽ നിന്ന് ഒരു ചോദ്യവും ഉണരാതെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഉള്ളിൽ നിന്ന് ചോദ്യം ഉണരും തോറും നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഇവിടെ വചനങ്ങൾ കൊണ്ടൊന്നും റിയലൈസേഷനിലേക്ക് എത്താൻ സാധിക്കില്ല. വചനം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന വചനമല്ല, നമ്മുടെ വാക്കുകൾ കൂടി ഒന്നും നമുക്ക് ആത്മീയത്തിലെത്താൻ സാധിക്കില്ല. പ്രവൃത്തിയിൽ കൂടി മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. പ്രവൃത്തിയിൽ നിന്നാണ് നിവൃത്തി ഉണ്ടാകുന്നത്. നിവൃത്തിയിൽ നിന്നാണ് ആത്മീയത്തിലേക്ക് ആദ്യത്തെ പടി തുടങ്ങുന്നത് തന്നെ. അപ്പം ആ പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയം മനസ്സിലാക്കി നല്ല രീതിയിൽ സാധന ചെയ്യുക, പിന്നെ ബാബാജിയെ ഫുൾ സറണ്ടർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ സാധനയിലേക്ക് പുരോഗമനം നടത്തുക. ആരായിരുന്നാലും അവർക്ക് വന്നിട്ട് നേർ വഴിയിൽ കറക്റ്റ് പറഞ്ഞു തരാൻ ഇവിടം ഈ സ്വാമിയും കൂടെ ഉണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.